വെൽക്കം ടു എസ് ബി കിച്ചൺ. ഇന്ന് നമ്മളിവിടെ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. കിറ്റ്കാറ്റ് കേക്ക്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 3 മുട്ട, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 2 ടേബിൾ സ്പൂൺ പാൽ, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, പിന്നെ അതിന് വേണ്ടുന്ന വാനില എസൻസ്. പിന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കണം. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ 3 തവണ അരിച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഇത് മിക്സിയിലും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പാലും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് മോൾഡ് എടുത്ത് അതിൽ ബട്ടർ തൂകി അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തൂകിയതിന് ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ബാറ്റർ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള എയർ ബബിൾസ് പോകാൻ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് ഓവനിലല്ല വെക്കുന്നത്. ഒരു പാത്രം വെച്ച് അതിൽ ഉപ്പിട്ട് അതിലൊരു സ്റ്റാൻഡും വെച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് അതിലേക്ക് താഴ്ത്തി വെച്ച് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണിയാ വെക്കുന്ന നേരം കൊണ്ട് ക്രീം തയ്യാറാക്കാം. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ച് അതിനെ ചെറുതായി ചൂടാക്കിയെടുക്കുക.
ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതാക്കുമ്പോൾ നമ്മൾ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ആക്കാൻ, അല്ലെങ്കിൽ ചോക്ലേറ്റ് കരിഞ്ഞു പോകും. ചോക്ലേറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തതായി ഒരു കപ്പ് എടുത്ത് അതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. 2 കപ്പ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സ്പാച്ചില വെച്ച് നമുക്ക് ഫുള്ളായി മിക്സാക്കി എടുക്കാം. അങ്ങനെ ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് മോൾഡിൽ നിന്നും കേക്ക് ഡിമോൾട്ട് ചെയ്തെടുക്കാം. ഇനി അതിനെ 3 ലെയറായിട്ട് മുറിച്ച് മാറ്റാം. ഇത് ഡിമോൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇനി നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ കേക്ക് 3 ലെയറായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് വെക്കുന്നതിന് മുമ്പേ ഈ ബോർഡിൽ നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ലെയർ നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ സെക്കൻഡ് ലെയറിൽ വെച്ച് കൊടുക്കാം. ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം ക്രീം തേച്ച് കൊടുക്കാം. ഈ കേക്കിൽ ക്രീം നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഓരോ കിറ്റ്കാറ്റായി വെച്ച് കൊടുക്കാം. ഞങ്ങളിവിടെ 20 രൂപയുടെ 15 കിറ്റ്കാറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ കിറ്റ്കാറ്റ് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിറ്റ്കാറ്റ് ഇളകി പോകാതിരിക്കാൻ വേണ്ടി നമുക്കതിന് ചുറ്റും ഒരു റിബൺ കെട്ടിക്കൊടുക്കാം. അങ്ങനെ കിറ്റ്കാറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ ഞങ്ങൾ ജെംസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി അത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ കിറ്റ്കാറ്റ് കേക്ക് റെഡിയായിരിക്കുന്നു. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ്. കാരണം ഇതിൽ നിറയെ ചോക്ലേറ്റ് ആണുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.